ഓക്കെ താത്തന്റെ, അതായത് ഉമ്മന്റെ ഡ്രസ്സ് കേട്ടോ അത്. ചുരിദാറല്ല, ചുരിദാർ ടോപ്പാണ്. ഓക്കെ ഓറഞ്ച്. ആയി ഞാൻ തിളങ്ങും. എന്താണ് എന്താണ് ഇളകണ്ട് ഇളകണ്ട്, അമ്മക്ക് ഇളകണ്ട്. ഇപ്പത്തെ ഒരാള് മഞ്ജുവിന് വാങ്ങിക്കോ. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഗൈസ്, നമ്മളെ പെരുന്നാളൊക്കെ ഇന്നലായിരുന്നു. അപ്പം ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അതെ, രാത്രി 12 മണിയൊക്കെ അയക്കണം ഞാൻ അവിടെ എത്തുമ്പട്ടാ. ബാസിക്കാക്ക ഫുൾ ബിസി ആയതുകൊണ്ട് ഞങ്ങളിങ്ങനെ കുറേ ഫാമിലി വീട്ടിലൊക്കെ പോയി അത് കഴിഞ്ഞിട്ടാണ് തിരിച്ച് ഞാൻ വീട്ടിൽ കൊണ്ടാക്കിയത്. അപ്പോൾ ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പൊ എല്ലാരും ചോദിച്ചിട്ടുണ്ട് ജുബിന്റെ പിമ്പിൾസ് കുറച്ച് ഓവറാണല്ലോ. ഫർസൂനും ഉണ്ടായിരുന്നു ഒരു 8-ാം മാസം 9-ാം മാസം ആയപ്പോട്ടോ. അതായത് കുട്ടിക്ക് 8-ാം മാസം 9-ാം മാസം എനിക്ക് ഹോർമോൺ ചേഞ്ചസ് വന്നതുകൊണ്ടാണ്. അപ്പൊ ഇത് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി കല മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഫർസൂൻ ഇപ്പൊ വന്നോണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെത്തി. ഞാൻ ഇമ്മക്കും ഫർസൂനും ഒക്കെ ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട്, അതൊക്കെ കൊടുക്കണം. നമ്മളെ അന്നൂസിൻ്റെ ന്യൂ ഹെയർ സ്റ്റൈലാണ് ഗൈസ്. ഞാൻ ഇവിടെ വന്നപ്പം അന്തം വിട്ട കുന്തം പോലെ കുറേ നേരമൊക്കെ നിന്നു. പിന്നെ ബാസിക്കാക്ക ഇവിടെ ഇല്ല. ബാസിക്കാക്ക തിരിച്ച് അപ്പം തന്നെ മലപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. ഇനി കുറച്ച് ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ ഇവിടെ സുഖസുന്ദരമായിട്ട് കഴിയാൻ വേണ്ടി ഞാൻ നാളെ പോവില്ല. നമ്മളെ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക്കുകൾ കുറെ ഒരുപാടുള്ളത് കൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത്. നമ്മൾ സോയ മോളയുടെ മൂത്തന്റെ മോളയുടെ ആറ്റിറ്റ്യൂഡ് കിങ് ആണ്. അതായത് നല്ല വെളിച്ചം കേട്ടോ ഫേസിലേക്ക്. കാരണം നേരെ സൂര്യൻ എൻ്റെ നേരെയാണ് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് ആ സൂര്യൻ്റെ വെളിച്ചം എൻ്റെ ഫേസിലേക്ക് നല്ലപോലെ അടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഉമ്മക്കും അന്നൂസിനും സോയമോക്കും പിന്നെ ഫർസൂനും മോനിക്കും നെന്നൂനും ആശിക്കും മാമിക്കും ഉള്ള ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഞാൻ കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ, പക്ഷെ നെന്നു ഞാൻ ഡ്രസ്സൊന്നും വാങ്ങിയിട്ടില്ല. ഡ്രസ്സ് ഇടാത്ത കുട്ടികൾക്ക് ഞാൻ ഡ്രസ്സ് വാങ്ങിയിട്ട് കാര്യമില്ലല്ലോ അല്ലേ. നെന്നൂന് ഞാൻ വാങ്ങിയിട്ടില്ല. നെന്നൂന് എനിക്ക് ഇഷ്ടമില്ലാത്ത കുട്ടിയാണ്. അപ്പം നെന്നൂന് ഞാൻ വാങ്ങിയിട്ടില്ല. അതാ ആളെ പറസുണ്ട്, പറസുണ്ട്. അപ്പം ഞാൻ കൊടുക്കട്ടെ കേട്ടോ. ഓക്കെ, സോയോ സോയോ സോയ ദീദി കൊറേ നേരമായി വന്നിട്ട്. സോയു മമ്മ മോളുടെ ഞാൻ ജീവനെ നല്ലോണം ഉറക്കിയതാട്ടോ. എപ്പോഴാന്നറിയില്ല എണീക്ക. അപ്പൊ സോയക്കാണെങ്കിൽ ഉറക്കില്ല. ജീവമോളെ ഞാൻ ഉറക്കി. ഓക്കെ, അവിടെ വെച്ചോളൂ. അപ്പൊ ഞാന് ഫർസൂന് കൊടുക്കാൻ പോവാണ്. ഫർസൂനെ കാണിക്കണ. ഫർസു ഒരു ഫുള്ള് കുളിക്കാത്ത രൂപത്തിലുള്ളത്. ഓക്കെ, അപ്പം അവളിക്ക് വീഡിയോ എടുത്തു തരും. ഞാൻ കാണിച്ചാൽ ഡ്രസ്സ് ഏതൊക്കെയാണുള്ളത്. ഉമ്മ തിരക്കിലാണ്. ഉമ്മ ഞങ്ങൾ വന്നതിനെ കൊണ്ട് ഇന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി പായസമൊക്കെ വെക്കാന്ന്. ഫർസൂന്റെ വക നല്ല അടിപൊളി പായസമൊക്കെ ഉണ്ട്. അപ്പൊ അത് ഒക്കെ കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഗൈസ് നമ്മളെന്താ ഡ്രസ്സ് കാണിക്കാൻ പോവല്ലേ. ഓക്കെ, നൂടെ അങ്ങോട്ട് പോയി ടൗസർ ഇട്ടിക്കുന്നുട്ടോ. എൻ്റെ മോന് കുഴപ്പമൊന്നുമില്ല. എസിലിയെ പമ്പേഴ്സ് ഇട്ടിക്കുന്നുട്ടാ എസിലി. അപ്പൊ അതാ, അപ്പൊ ആദ്യമായിട്ട് നമ്മളെ അതാ വാറുണ്ണിന്റെ അവിടെ എടുക്കുന്നത്. അന്നൂസിന് കുറെ പേരുകളുണ്ട്. അപ്പൊ അന്നൂസിന്റെ ഡ്രസ് ആട്ടത് നല്ല രസമുണ്ട് കേട്ടോ. ഇത് ആദ്യം നമ്മൾ വിചാരിച്ച പറ്റൂലെന്നായിരുന്നു. പക്ഷെ നമ്മളെന്താ ഇട്ടോക്കീനില്ല. ഇട്ടോക്കിയപ്പോ ഓക്കെ ആണ്. ഓക്കെ, രസമുണ്ട്. താത്തന്റെ, അതായത് ഉമ്മന്റെ ഡ്രസ്സ് കേട്ടോ അത്. ചുരിദാറല്ല, ചുരിദാർ ടോപ്പാണ്. അത് ജൂത്താന്റെ വീഡിയോയില് കണ്ടീന് കേട്ടോ. ഫിക്സ് ആക്കിയാണ്. നല്ല രസമുണ്ട് കാണാൻ. പാന്റും ഉണ്ട്, ഷോളും പാന്റും ഉണ്ട് അല്ലേ. ഓക്കെ, പട്ടേക്ക് ഇത് യെല്ലോ അല്ലേ നീ ആദ്യം കണ്ടീനെ. ഓക്കെ, ഓറഞ്ച്. ആയി ഞാൻ തിളങ്ങും. എനിക്ക് ബെൽറ്റ് അയക്കോ? ആണോ? എനിക്ക് കുറച്ച് ലൂസ് ഉള്ളതാന്നല്ലേ. കാരണം ഞാൻ കുറച്ച് തടിച്ചിക്കണ്, എല്ലാരും പറയുന്നുണ്ട്. ഓക്കെ, പാന്റ് സെറ്റ്. പിന്നെ നമ്മൾ ഐസുകുട്ടൻ്റെത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. കോഡ് സെറ്റ് നല്ല രസമുണ്ട് കേട്ടോ. കോഡ് സെറ്റ് ലെസ്ലിന്റെ.
അത് കാരണം നെസ്ലിക്ക് കുറെ കൊണ്ടുപോകുന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് നെസ്ലിന്റെ എടുക്കണ്ടാന്ന്. ആശിക്കാക്ക ഈ ഷൂ കൊണ്ടുവരും ചേച്ചി കാത്തുത്തിരിക്കും. അത് മാമീന്റെ ചുരിദാർ. ഇത് മാമീന്റെ ചുരിദാർ നല്ല രസമുണ്ട്. ഒരു ഡാർക്ക് യെല്ലോ അല്ലേ? ഒരു മസ്റ്റർഡ് യെല്ലോ. മസ്റ്റർഡ് യെല്ലോ. ഓക്കെ, നല്ല രസമുണ്ട് കാണാൻ. അതിന്റെ പാന്റ് ആൻഡ് ഷോള്. ഓക്കെ, സെറ്റ്. പിന്നെ ഇവര് എനിക്ക് ഡ്രസ് വാങ്ങിയിട്ടുണ്ട്. സിവക്കും വാങ്ങിക്കുന്നത് കാരണം ബാസിക്കാക്ക് നമുക്ക് വാങ്ങിയാൽ ശരിയാവില്ല, അത് വേറെ ലെവലാണ്. പിന്നെ ബാസിക്കാക്ക് വാങ്ങണം. ഇത് നമ്മള് വാങ്ങിയതാട്ടെ. സിവക്കിന്റെ വീഡിയോയിലുണ്ട്, ഞാൻ സിവക്ക് കാണിച്ചു തന്നിട്ടുള്ള വാങ്ങിയെന്നുള്ള. അതിന്റെ ഫ്രണ്ട് ഭാഗം ഇതാണല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതാണ്. ജോത്താതൊക്കെ നമ്മള് വാങ്ങിയ കോഡ് സെറ്റ് അത് തുറന്നിട്ട് അടിപൊളി കോഡ് സെറ്റ് ആട്ടോ. ഫീഡിങ് അപ്പൊ ബട്ടൺസ് ഉള്ളതിനെ കൊണ്ട് ഫീഡ് ചെയ്യാനും നല്ല കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇതാണ് നമ്മളെ പെരുന്നാൾ ഡ്രസ്സിന്റെ. ജൂത്താത്ത കൊണ്ടുവന്നതും നമ്മള് കൊടുത്തതും ജൂത്താത്തക്ക് കൊടുത്തതും കേട്ടോ. ഇനി ബാക്കിയുള്ള വിശേഷങ്ങളിൽ ഞാൻ കാണിച്ചു തരാം. ശിവ നല്ല ഉറക്കാണ്, ഞാൻ ഓളത്തേക്ക് പോയോക്കണം. ഓക്കെ, ശിവ നല്ല ഉറക്കിലാട്ടോ ഗൈസ്. ഓക്കെ, മൈലാഞ്ചി ഇട്ടത് ഏത് കാലേതാ? കാലൊക്കെ നല്ലോണം മൈലാഞ്ചി ചോദിക്കുന്നുണ്ടാ. ശിവ നല്ല ഉറക്കിലാണ്. ഓക്കെ, ഇനി ഞാൻ ഉമ്മനെ കാണിച്ചു തരാം. ശിവ ഇപ്പൊ ഉറക്കത്തുനിന്ന് എണീച്ചതാണ് ഗൈസ്. ശിവ കുട്ടീനെല്ലാം കൂടി ജീവ അത് മാമന്റെ കുട്ടിയാണ്. ഓളെ മാമന്റെ അടുത്തേക്ക് പോയാല് മുടി വരൂല. ഞാരെങ്കിലും ഉണ്ടോ? ഞാരെങ്കിലും ഉണ്ടോ? അല്ലോ അന്നൂസ് വന്നിട്ട് കുട്ടികളെ രണ്ടാളി കാണില്ല. എന്താണ് എന്താണ്? ഇളകണ്ട് ഇളകണ്ട്, അമ്മക്ക് ഇളകണ്ട്. ഇപ്പത്തെ ഒരാള് മഞ്ജുവിന് വാങ്ങിക്കോ. ജീവ അല്ല, എക്സ്ക്യൂസ് മീ, ബിസ്ക്കറ്റ് ഒക്കെ ഉണ്ടോ? ഒന്ന് തരുമോ? ഒരു ബിസ്ക്കറ്റ് വെച്ചാൽ ഒരു കഷ്ണം ബിസ്ക്കറ്റ്. മ്യൂസിക് ഒക്കെ വരുന്നുണ്ട് ഇതിലൂടെ. അപ്പൊ ഗൈസ് നമ്മളെ ഫർസൂന്റെ വക ക്യാരറ്റ് പായസം. ക്യാരറ്റ് പായസം ഉണ്ട് കേട്ടോ. യെസ്, ഇത് ക്യാരറ്റ് ആണ്. ഓക്കെ, ഓക്കെ. ഇതിന്റെ റെസിപ്പി വേണമെങ്കിൽ ഫർസൂനോ ചോദിച്ചാൽ മതി. ഫർസു ഇതിന്റെ വീഡിയോ ഇടുന്നതായിരിക്കും. ഈ ഇട്ടിക്കണോ? ഇല്ലല്ലോ. അപ്പം ഈ ഫർസൂന്റെ വക നമ്മൾ ക്യാരറ്റ് പായസം കുടിക്കാം. ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട്? ഓക്കെ. അപ്പൊ ഗൈസ് ഇതാ ഫർസു ഉണ്ടാക്കിയ നോക്കാൻ ചെറുക്കൂ ക്യാരറ്റ് പായസം. യെസ്, ക്യാരറ്റ് പായസം. ക്യാരറ്റും ഒത്തം ഇടുവോ? ആ, എന്നിട്ടേ നീ കുടിച്ചു നോക്ക്, ടേസ്റ്റ് ഉണ്ടോ? ഇതാണ് നമ്മള് ക്യാരറ്റ് പായസം. ഇതില് സേമിയൊക്കെ ഇടൂലേ? ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളെ വ്ളോഗ്, ഇന്നത്തെ വ്ളോഗ്. അപ്പൊ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ പറഞ്ഞ അന്നുസേ. ആളോ? ഇത് വേറെ ഇവിടെ തന്നെ ലൊക്കത്താണ് കേട്ടോ. ഫുൾ ടൈം ഇവിടെ തന്നെ. ടാറ്റ പറഞ്ഞേ, അടുത്ത വ്ളോഗിൽ കാണാറേ. ടാറ്റ പറഞ്ഞേ.